ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ മിനി. കഴിഞ്ഞ ദിവസം നമ്മൾ കട്ടോരിച്ചോടി പഠിച്ചു. അപ്പോൾ ഞാൻ അടുത്തൊരു മോഡലിൻ്റെ അതിലും ഈസിയായ ഒരു മോഡലാണ്. അതാണ് ഇനിയിപ്പം ഞാൻ എല്ലാം ഫ്രണ്ട് പീസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വളരെ ഈസിയാണ്, പക്ഷേ നമ്മുടെ ബോഡിക്ക് നല്ല പെർഫെക്റ്റായ രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ കാമായിട്ട്, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുമ്പം നമുക്കത് കുറച്ചുകൂടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ മെത്തേഡാണ് ഞാൻ ഈ അളവ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ അളവും പ്രകാരം നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് പാകമായ രീതിയിൽ നമുക്ക് ഈ ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്. ആ അളവും പ്രകാരം വേണം നമ്മളെപ്പോഴും ബ്ലൗസ് തയ്ക്കാൻ. അപ്പം ഞാൻ ഇത് പുതിയൊരു മോഡലാണ്. പുതിയ മോഡൽ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഈസിയാണ്, പക്ഷേ നമുക്ക് തയ്ച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതിന് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ പ്രയോജനപ്പെട്ടു, അതിൻ്റെ ഒരു എനിക്കറിയില്ലല്ലോ നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടോ, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് കിട്ടിയോ എന്നെനിക്കറിയില്ലല്ലോ. അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് എന്ന് വെച്ച് നിങ്ങൾ എന്നോടത് കമൻറ്റ് അറിയിച്ചാലും മതി. പിന്നെന്തെങ്കിലും സംശയമുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ നമ്പറുകളൊക്കെ യഥാക്രമം മറ്റേ വീഡിയോയ്ക്ക് കണ്ട അതേ നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ നമ്മൾ ഒരു നമ്പറാണ് കൊടുക്കുന്നത്. പിന്നെ എന്നിട്ട് ഈ നമ്പറുകളൊക്കെ മനസ്സിലായല്ലോ. 0 to 1 എന്ന് പറഞ്ഞാൽ ഫുൾ ഇൻ ദ പ്ലസ് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് അത്രയുമാണ് നമ്മൾ കൂട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ചേർത്തിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ കട്ടിങ് വെട്ടുമ്പോൾ ഇതിൽ തുണിയെ തന്നെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ആ ഒരു 1.5 ഇഞ്ച് കൂടെ ചേർത്തൊന്നോ 1.5 ഇഞ്ചോ ആഡ് ചെയ്തുകൊണ്ട് നമുക്കിത് ഇതിൽ തന്നെ കട്ട് ചെയ്യാം. 4 പീസാണ് വേണ്ടുന്നത്. 4ഉം 6ഉം ഒക്കെ എടുക്കും. പിന്നെ അതുപോലെ തന്നെ അതല്ല എങ്കിൽ നമ്മൾ ആ കട്ടിങ്ങിൻ്റെ മേളിൽ വെച്ച് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ഭാഗത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് പിന്നെ ഇതിൻ്റെ വേറെ നമുക്ക് ബാക്കി ഭാഗങ്ങൾ വരുമല്ലോ, അവിടെ വെച്ച് നമ്മൾ അളന്ന് നമുക്ക് വേണ്ടുന്ന, അപ്പോൾ അതായത് ബ്രസ്റ്റിൻ്റെ 12-1 പ്ലസ് 1.5 ഇഞ്ച് അങ്ങനെ കൂട്ടി നമുക്ക് അളവെടുത്തിട്ട് നമുക്ക് തയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇത് ഞാൻ സ്കൂളുകളിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന മെത്തേഡാണ്. പിള്ളേരെന്ന് പറയുമ്പം കൊച്ചുകുട്ടികളൊന്നും അല്ല കേട്ടോ, അമ്മമാരാണ്. ഏറ്റവും കൂടുതലും അമ്മമാരാണ്. കല്യാണം കഴിച്ച് മക്കളും അതിലൊക്കെ കൊച്ചുമക്കളും ഒക്കെ ആയ അമ്മമാരൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ച ഒരു മെത്തേഡാണ്. അപ്പം ഇത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട്, കാരണം തയ്യൽ ക്ലാസ്സിൽ പോയി പഠിച്ചതിനേക്കാളും വളരെ ഈസി ആയിട്ട് അവർക്കിത് ചെയ്യാൻ പറ്റി. അങ്ങനെ എല്ലാവരും അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആ മെത്തേഡ് തന്നെ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്ക് ഭാഗം നിങ്ങൾക്ക് അറിയാമല്ലോ, സാധാരണ പോലെയുള്ളൂ. നെക്ക് മാത്രം നമ്മൾ നെക്ക് മാറ്റുക. പിന്നെ വേറെ ബാക്ക് ഭാഗത്ത് വേറെ ബാക്ക് പീസിൽ നമുക്ക് വേറെ ഡിസൈനുകൾ വരുന്നതുകൊണ്ട് അത് ഞാൻ പിന്നീട് കാണിക്കാം. അപ്പം ഞാൻ ഇതിന് കൊടുത്തേക്കുന്നത് വി നെക്കാണ്. ഇത് നിവർത്തിട്ട് നമ്മുടെ നെക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിൽ നോക്കുമ്പോൾ നമുക്കത്ര ഭംഗി തോന്നിയില്ലേലും നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ കഴുത്തകലം നമ്മൾ 2.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇപ്പം വീനെക്കാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. വേണേ നമുക്ക് ഈ 2.5 എന്നൊരു 1/4 ഇഞ്ച്, അപ്പോൾ 2.25 ഇഞ്ച് നമ്മൾ അകലം എടുത്തുകൊണ്ട് 1/4 ഇഞ്ച് നമുക്ക് ഇവിടെ ഒതുക്കി കൊടുക്കാം, വേണമെങ്കിൽ മാത്രം.
അല്ലേ അതും വേണ്ട. പിന്നെ കൈക്കുഴി നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മൾ ബാക്ക് പീസിന് നമ്മൾ 1 ഇഞ്ചാണ് കൈക്കുഴിയുടെ ഷേപ്പ് ചെയ്യുന്നത്. ഫ്രണ്ട് വരുമ്പോൾ നമ്മളത് 1/2 ഇഞ്ചിലേക്ക് കുറയ്ക്കുകയാണ് കേട്ടോ, 1/2 ഇഞ്ച്. അപ്പോൾ അവിടെ 1/2 ഇഞ്ച് കുറച്ച്. പിന്നെ നമുക്ക് ഒതുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ ഇങ്ങനെയുള്ള പീസുകളൊക്കെ വെട്ടുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ 1.5 ഇഞ്ചാണ് പിന്നെ വണ്ണത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 2 ഇഞ്ച് നമ്മൾ പിന്നെ ഈ 4 to 8 എന്ന് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ ഇവിടെ ചെസ്റ്റിൻ്റെ നമ്മൾ 4-1 കണ്ടിട്ട് 1.5 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെയാണ് നമ്മളിവിടെ അളവെടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് എടുക്കുന്നവർ ഇവിടെ എന്ത് ചെയ്യണം, 2 ഇഞ്ച് അങ്ങ് എടുത്തേക്കണം കണ്ടോ. കാരണം ഇങ്ങനെയുള്ള ഇതിൻ്റെ ഇടയ്ക്കുന്നുള്ള കട്ടിങ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇവിടുന്ന് നമ്മൾ 1/2 ഇഞ്ച്, നമ്മൾ 1.5 ഇഞ്ചാണ് മറ്റേ പിന്നെ ബാക്ക് പീസിൽ നമ്മൾ എടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇവിടെ 1/2 ഇഞ്ച് മാത്രം ഷേപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഭാഗം ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ചാണ് ഇവിടെ ഒതുക്കിയേക്കുന്നത്. 10 to 11 എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ ഇത് നമ്മൾ ഒതുക്കുന്നതാണ്. പിന്നെ നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ബ്രസ്റ്റിൻ്റെ 12.1 പ്ലസ് 1.5 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്, ഇവിടുന്ന് മേളിലോട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് അളവ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും ഇപ്പോൾ ഈ കട്ടോരി ചോളിക്കും ഇത് പ്രിൻസസ് കട്ടിങ്, ഇതിനൊന്നും നമുക്ക് ഈ ഭാഗത്ത് പിന്നെ ടക്കില്ല, ഈ ഭാഗത്ത് ടക്കില്ല. ഇതിന് ഇവിടെ നിന്നാണ് തയ്യൽ വരുന്നത്, പക്ഷേ ഈ ഭാഗത്ത് ടക്കില്ല. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം എന്നിട്ട് ഈ നമ്മുടെ ഈ കട്ടിങ് വെട്ടുന്നതിലാണ് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് കപ്പ് കിട്ടുള്ളൂ. കാരണം അതിനൊരു കുഴി വരണം. ആ കുഴി വന്നാൽ ഇവിടെ ഇത്രയും ഭാഗത്ത് നമുക്ക് കുറച്ച് ഗ്യാപ്പ്, അതായത് ഉള്ളു കിട്ടും തുണിക്ക്. നമുക്ക് അന്നേരം കപ്പ് തയ്ക്കുന്നതിന് നല്ല കപ്പ് കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതാണ് പ്രത്യേകത. അപ്പം നമ്മളിവിടുന്ന് ഷേപ്പ് ചെയ്തു. ഇനി ഞാനിത് അടുത്ത ഭാഗത്തേക്ക് വരാം. ഫോണ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാനിത് വരയ്ക്കുന്നത്, അതുകൊണ്ട് ആ ഒരു ഷേപ്പ് വ്യത്യാസമൊക്കെ എന്നാലും നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത്രയും കാര്യം പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രസ്റ്റിൻ്റെ 12.1 കണ്ടു, ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രസ്റ്റിൻ്റെ 12.1 കണ്ടു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഷേപ്പ് കൊടുക്കുന്നത്, അതായത് ടക്കിടാനുള്ള അത് 2 ഇഞ്ച് 1.5 ഇഞ്ച് 2 ഇഞ്ച് 2.5 ഇഞ്ച്. അതിപ്പം നമ്മൾ ഓരോരുത്തരുടെയും പിന്നെ കപ്പ് സൈസ് അനുസരിച്ചാണ് ടക്ക് വരുന്നത്. നമുക്ക് ചെറുതായിട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓവറൊന്നും വേണ്ട. അപ്പോൾ അതനുസരിച്ച് ഈ അകലം അതുപോലെയാണ് കിട്ടുന്നത്. ആ കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഇവിടേക്ക് കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് വേണ്ടുന്ന എന്ന് പറഞ്ഞാൽ ഈ കൈക്കുഴിയുടെ പോർഷനിൽ നിന്നാണ് നമുക്ക് ഇത് വരേണ്ടത്. ഇത് ഇച്ചിരി കൂടി ഇങ്ങോട്ടേക്ക് വരണം. കാരണം ഇതിൻ്റെ തുമ്പ് കണ്ടില്ലേ, ഇത്ര ഉയർന്നപ്പോഴാണ് ഞാനത് വരച്ചപ്പോൾ അത്ര ഉയർന്നില്ലായിരുന്നു. അപ്പോൾ ഉയർന്നപ്പോഴാണ് കുറച്ചുകൂടെ ആ പോയിന്റിലേക്ക് എത്തിയത്. അപ്പം നമ്മൾ ഇനി ഇതാണ് കൈക്കുഴി. ഇവിടെ നമ്മൾ വരച്ചെങ്കിലും ഇവിടെ നിന്നാണ് ഇവിടെ തൊട്ട് ഇങ്ങോട്ട് തുണിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഈ പോയിന്റിലേക്കാണ് എത്തുക. ഇവിടെ നിന്ന് നമ്മളൊരു ഷേപ്പ് ഇങ്ങനെ വരച്ച് ഇതിലേക്ക് എത്തി, കണ്ടോ. ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ഇത് വന്നിട്ട് ഇങ്ങനെ മേളോട്ടാവരുത്, ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ. ഇപ്പം നമ്മളൊരു ഇവിടെ നമ്മൾ ടക്കിട്ടില്ലേ, അതേപോലെയാണ് ഇതിൻ്റെ ഇവിടെ വരുന്നത്. ഇതിങ്ങനെ വരച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് കണ്ടോ. അപ്പം കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നെന്ന് തോന്നുന്നു ഇതിന്ന് കട്ടിക്ക് വരയ്ക്കുന്നത് കൊണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതിന് ഇത്ര ഇഞ്ച് നീളമൊന്നൊന്നുമില്ല. നമ്മൾ കൈക്കുഴിയിൽ നിന്ന് നേരെ കട്ടിങ്ങിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പം ബാക്കിയെല്ലാ ഭാഗങ്ങളും നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് പോരുവാണ്. ഇവിടുത്തെ കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ച് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഈ ഭാഗം കട്ട് ചെയ്ത് ഇവിടെ വയ്ക്കും, അല്ലേ? മനസ്സിലായോ? അല്ലെങ്കിൽ ഇത് നേരെ ഇവിടുന്ന് കട്ട് ചെയ്ത് ഇവിടേക്ക് വരിക. അപ്പം പാർട്ട് 1 പാർട്ട് 2 മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ 1, 2 എന്ന് ഇവിടെ ഇടുമ്പോൾ മറു സൈഡിലെ പീസ്
എങ്ങനെയാണ് 2 3 4 എന്നിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് നമ്പർ മനസ്സിലാവും. അല്ലെ 1 1 എന്നിടുക, 2 2 എന്ന് അടുത്ത പീസയിൽ വിടുക. ഇപ്പം മനസ്സിലായോ? ഇത് നമുക്ക് ഈ രീതിയിൽ ഇതൊന്നുകൂടെ ഞാൻ വരച്ച് കാണിക്കാം. ഇതിപ്പം പടർന്ന് വരച്ചതുപോലെ ആയിപ്പോയി. ഒന്നുകൂടെ വരച്ചിട്ട് ഞാൻ എടുത്ത് കാണിക്കാം. അപ്പം ഇതാണ് നമ്മുടെ കട്ടിങ്. എന്നിട്ട് ഞാൻ ഈ പേപ്പറെ വെട്ടി കാണിക്കാം. ഇതെന്നിട്ട് ഇവിടുന്ന് വെട്ടി ഇങ്ങനെ പോവുക, ഇതെന്നിട്ട് വെട്ടി ഇത്രയും ഈ ഭാഗം കട്ട് ചെയ്ത് കളയുക. ഈ ഭാഗം നമുക്ക് വേണ്ട, ഈ ഭാഗം നമുക്ക് വേണ്ട. ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക. മനസ്സിലായോ? ഈ പീസ് ഇങ്ങനെ വെട്ടിക്കൊണ്ടുവന്ന് ഇതും കൂടെ യോജിപ്പിച്ച് കഴിയുക. ഈ ഭാഗം നമുക്ക് വേണ്ട. ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇതും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതിനെ ഇങ്ങനെ യോജിപ്പിക്കുക. ഇത് രണ്ടും കൂടെ യോജിക്കും, ഇത് രണ്ടും കൂടെ. അപ്പം അങ്ങനെ യോജിപ്പിക്കുക. ഇത് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് നെക്ക് ഞാനിത് വരച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് വരയ്ക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടത്തേക്ക് എല്ലാവർക്കും അളവറിയാമല്ലോ. ബ്രസ്റ്റിൻ്റെ 12-1 മൈനസ് ½ ഇഞ്ച്, അത് നമ്മൾ ശ്രദ്ധിച്ചോണം. ബ്രസ്റ്റിൻ്റെ 12-1 ഇവിടെ, ഇവിടെ കൈക്കുഴി ബ്രസ്റ്റിൻ്റെ 6-1, മനസ്സിലായല്ലോ. 3 തൊട്ട് 5 വരെയുള്ള നീളമെന്ന് പറയുന്നത്. അപ്പം ഇത് ബാക്കിയെല്ലാം മനസ്സിലായല്ലോ. ഒന്നുകൂടെ ഞാനിത് വരച്ച് നിങ്ങൾക്ക് ഇട്ട് തരാം. ഓക്കെ, ഞാൻ അടുത്ത പടം കൂടെ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി വരച്ചിട്ട് ഇടാം. അപ്പം നിങ്ങൾക്ക് ഇത് ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പടം വരച്ച് വിടാം, ഞാൻ കട്ട് ചെയ്തും കാണിക്കാം. ഇത് ഡയറക്റ്റ് സ്ട്രെയിറ്റായിട്ട് അങ്ങ് വരയ്ക്കുമല്ലേ. ഇത് നമ്മൾ ഒരു ചെറിയൊരു ചായ്വുണ്ടല്ലോ, അതനുസരിച്ച് അങ്ങ് വരച്ച് പോകുന്നു. അപ്പോൾ തന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യും. എന്നിട്ട് ബാക്കി ഞാനിനി കാണിച്ചു തരാം. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പടം വരച്ചത്. ഇവിടെ പടം വരച്ചതില്ല സ്ട്രെയിറ്റായിട്ട് ഈ മോഡൽ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. കണ്ടല്ലോ, ഇത് ഇങ്ങനെ വരച്ചപ്പോഴും ഇത് ഇച്ചിരി വീതി കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഇച്ചിരി നീക്കി വരച്ചതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ വരച്ചിട്ടുണ്ട്. വെട്ടിക്കഴിയുമ്പോൾ കറക്റ്റ് കാണാം. ഈ എഴുത്തൊക്കെ ഉള്ളത് കൊണ്ടേ ഞാനിത് വെട്ടിയിട്ട് കാണിക്കാം. നമ്മൾ കഴുത്തിൽ തന്നെയാണ് വെട്ടി തുടങ്ങുന്നത്. നമ്മൾ കഴുത്തിൽ നിന്ന് വെട്ടി ഇങ്ങനെ അവിടെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ബാക്കി വെട്ടാം. ഞാനിപ്പോൾ കഴുത്ത് വെട്ടി, കഴുത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് 1/4 ഇഞ്ച് ഒതുക്കി കൊടുക്കാം, വേണമെങ്കിൽ മാത്രം. അത് ഒതുക്കണമെന്നില്ല. ഞാൻ പിന്നെ അങ്ങനെ വണ്ണം കുറവുള്ളവർക്കൊക്കെ ചിലപ്പം വീക്കെഴുത്ത് വെട്ടുമ്പോൾ ഒതുക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ലൂസാവാം. ബാക്കിയെല്ലാം വെട്ടി. ഇനിയും നമ്മളിനി വെട്ടുന്നത് ഞാനിപ്പോൾ കൈക്കുഴി വരെ വെട്ടി. ഇനി ഇതിങ്ങനെ വെട്ടി ഇനി ഞാനത് ചേർക്കുന്നതോടെ കാണിക്കാം കേട്ടോ. പിങ്കി മാറ പെണ്ണേ. ഇത് വെട്ടി വെച്ച് ഇനി നമ്മൾ വെട്ടുന്നത് ഈ പീസിൽ നിന്ന് ഇതാണ് വെട്ടി മാറ്റുന്നത്. ഇത് വെട്ടി മാറ്റുക. പിങ്കി പിടിക്കരുത് ചേട്ടാ, ഇവളെ സമ്മതിക്കത്തില്ല. ഇപ്പം ഞാനിത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെട്ടി. അടുത്ത ഇനി നമ്മൾ ഈ കട്ടിങ്ങാണ്. ഇവിടെ നമ്മൾ ടക്കില്ലേ അതങ്ങ് വെട്ടി മാറ്റുകയാണ്. അതിനിടയ്ക്ക് പിങ്കി വന്നതാണ് കണ്ടോ. ഇതിപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്തു. ഇപ്പോൾ ഇത് നമ്മുടെ ഇതാണ്, ടക്കാണ്, അതങ്ങ് മാറ്റി. ഇപ്പോൾ കണ്ടല്ലോ. ഇനിയുമാണ് നമ്മുടെ ഇത് എന്നിട്ട് ഇവിടെ ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ വരും. ഞാനതൊന്ന് സ്റ്റാപ്ലെയർ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞാൻ സ്റ്റാപ്ലെയർ ചെയ്ത് കണ്ടോ. ഇത് ഞാൻ കണ്ടല്ലോ, നിങ്ങൾ കണ്ടോ. വേണ്ട, ഇവിടുന്ന് ആദ്യമേ ഈ കൈക്കുഴിയുടെ ഭാഗം രണ്ടും കൂടെ ചേർത്ത് അവിടെ നിന്ന് നമ്മൾ ടക്ക് കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റാപ്ലെയർ ചെയ്ത് ഇനി ഇത് നുവർത്തിട്ട് കാണിക്കാം. കണ്ടോ, ഇതിൻ്റെ ടക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ടുള്ള കപ്പ് കിട്ടും. ഇത് കണ്ടല്ലേ, ഇത് പേപ്പറിലായതുകൊണ്ടാണ് നമുക്കത്ര ചുളുക്കം തോന്നുന്നത്. തുണിയിലാണെങ്കിൽ ചുളുക്കമൊന്നും ഉണ്ടാവത്തില്ല. വേണ്ട കണ്ടോ, ഇതിങ്ങനെ ഇവിടെയൊക്കെ നല്ല ഇതായിട്ടിരിക്കും.
നല്ല കപ്പാണ്. ഇതാണ് കണ്ടോ, ഇതിന് ഇനി നമ്മൾ ഇപ്പോൾ കണ്ടോ നല്ല ഇതാണ് കപ്പ്. നമ്മൾ ടക്കൊന്നും ഇട്ടിട്ടില്ല കണ്ടോ. ഈ ടക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്ത് നമ്മൾ ചേർത്തിട്ടേ ഉള്ളൂ കണ്ടോ. നല്ല പെർഫെക്റ്റായിട്ട് ഇതിപ്പോൾ അവിടെ ഇച്ചിരി പിന്നെ സ്റ്റാപ്ലർ അടിച്ചപ്പം മുറിഞ്ഞു പോയി, അതുകൊണ്ട് ചേർത്തോണ്ടാണ് അവിടെ അത്രയും അല്ല. ഇത് കണ്ടോ, ഇത് നോക്കി ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഇരിക്കും. നല്ല കപ്പാണ്. നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് ഉള്ള ഡ്രസ്സ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അളവെടുത്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഇത് കട്ടിങ് ഇവിടെ നമുക്ക് കപ്പ് കിട്ടും കണ്ടോ. ഇതിലാണ് ഈ കപ്പ് കറക്റ്റ് ആകുന്നതിലാണ് ബ്ലൗസിൻ്റെ ഭംഗിയെന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പ്രിൻസസ് കട്ടിങ്. ബാക്കിയെല്ലാം ഇപ്പം ഞാനിപ്പം വീക്കഴുത്ത് ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്ത് ചെയ്യാം. ഞാൻ വീക്കഴുത്ത് തന്നെയല്ല, ഏത് ചതുരക്കഴുത്ത് വയ്ക്കുക, ഏത് കഴുത്ത് വേണേലും വയ്ക്കാം. റൗണ്ട് കഴുത്തോ ഓവൽ ഷേപ്പ് ഏത് മോഡൽ വേണേലും നമുക്ക് വയ്ക്കാം. എന്നിട്ട് പിന്നിനി കട്ടിങ് പിടിപ്പിച്ചിട്ട് ഫ്രണ്ടിൽ സിംഗിൾ പടിയും ഡബിൾ പടിയും ഒക്കെ പിടിപ്പിച്ച് പൈപ്പിങ്ങും. പിന്നെ നമുക്ക് ഈ ചേർപ്പിൽ നമുക്ക് നല്ല ഡിസൈനായിട്ട് പിന്നെ എന്താ പൈപ്പിങ് കൊടുക്കാം, എന്നിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ലേസ് പോലത്തെ ഒക്കെ ഇല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിച്ച് ഡിസൈനുള്ളത് വാങ്ങിച്ചിട്ട് ഇതിലേക്ക് കൊടുക്കുക. ഇതിന് മേളിലൂടെ വെച്ച് കൊടുക്കാം ലേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അകത്ത് വെച്ച് തയ്ച്ചിട്ട് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം കുറച്ചുകൂടെ ഭംഗി വരാനെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു മെത്തേഡ് ചെയ്യുന്നത്. കണ്ടല്ലേ. ഇപ്പം നമ്മൾ എന്താ ക്രോസ് കട്ടിങ് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റായിട്ട് നമുക്ക് കപ്പ് കിട്ടുമെന്നുള്ളതാണ് ഇങ്ങനെയുള്ള മെത്തേഡൊക്കെ തയ്ക്കുമ്പോൾ. കണ്ടോ നല്ലൊരു കുഴി കണ്ടില്ലേ. അത് ഇങ്ങനെ നല്ല ഈ കപ്പൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ തയ്ക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനപ്പെട്ടെന്ന് എനിക്കൂടെ ഒരു സന്തോഷമല്ലേ അത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.